കേരളപ്പിറവി ആഘോഷവേളയിൽ സാറിന്റെ പ്രസംഗത്തിനിടയ്ക്ക് കേരളത്തിൽ ചെറുതായി മലയാളം അവഗണിക്കപ്പെടുന്നതിനെ കുറിച്ചും ഇംഗ്ലീഷ് മീഡിയവും ഇംഗ്ലീഷും കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ചും പ്രസംഗിക്കുന്നത് കേട്ടു. പ്രവാസി മലയാളികളുടെ ഇടയിൽ മലയാളത്തെ എന്തുമാത്രം പ്രോത്സാഹിപ്പിക്കുന്നു എന്നും കേരളത്തിലും അതും തമ്മിലുള്ള കമ്പാരിസനെ കുറിച്ച് സാറിന്റെ വിലയിരുത്തൽ പറയാമോ? കേരളത്തില് മലയാളികൾ മലയാള ഭാഷയോട് കാണിക്കുന്നതിനേക്കാൾ ഒരുപാട് താല്പര്യം പ്രവാസി മലയാളികൾ കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്കിവിടെ വന്നപ്പോൾ ബോധ്യപ്പെട്ടൊരു കാര്യം. നമ്മുടെ നാട്ടിലിപ്പോൾ മലയാളം ശരിക്കും അവഗണിക്കപ്പെടുകയാണ്. കുട്ടികളെ മലയാളം മീഡിയത്തിൽ അയച്ചു പഠിപ്പിക്കാൻ രക്ഷകർത്താക്കൾ ഒട്ടും തന്നെ താല്പര്യം കാണിക്കുന്നില്ല. പക്ഷെ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം കുട്ടികളെ മലയാളം പഠിപ്പിക്കാനും മലയാളം സംസാരിക്കാനും ഒക്കെ രക്ഷകർത്താക്കൾ വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ ഇവിടെ നടന്ന കലാപരിപാടികളിലൊക്കെ തന്നെ നമ്മുടെ ഭാഷയോടുള്ള നമ്മുടെ പ്രവാസി മലയാളികളുടെ പ്രശംസിക്കപ്പെടേണ്ട ആ മനോഭാവം വളരെ ശ്രദ്ധേയമായിരുന്നു. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രവാസി മലയാളികളുടെ നല്ല മനസ്സിലാണ് മലയാള ഭാഷയുടെ പുരോഗതി ഇന്ന് നിലകൊള്ളുന്നതാണ് എൻ്റെ വിശ്വാസം. സാറിന്റെ അമേരിക്കയിലേക്കുള്ള ക്രിസ്തു പര്യടനത്തിനിടയിലും ഏഷ്യാനെറ്റിനും ന്യൂസ് റൗണ്ടപ്പിനും വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചത് വളരെ നന്ദി. നമസ്കാരം. എനിക്കും വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയിൽ വെച്ച് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിൽ ഏഷ്യാനെറ്റ് ന്യൂസയോടും ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകരോടും എനിക്കുള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ. നമസ്കാരം. അല്ല, അപ്പൊ തുടക്കം പ്രേക്ഷകർക്ക് നന്ദിയൊക്കെ പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് പോന്നാ ലാസ്റ്റ് ഏഷ്യാനെറ്റിനും ന്യൂസ് റൗണ്ടപ്പിനും വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ചത് വളരെ നന്ദി. നമസ്കാരം. നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല നാണല്ലേ? അല്ല, നന്ദി എന്ന് പറഞ്ഞാൽ മതി. വളരെയേറെ നന്ദി എന്ന് പറഞ്ഞാൽ അതെ. യുഎസ് റൗണ്ടപ്പിന്റെ ഇന്നത്തെ അതിഥി കേരള സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറിയും ഹാസ്യ സാമ്രാട്ടും 2004 കേന്ദ്ര സംസ്ഥാന അക്കാദമി കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡേ ഉള്ളൂ. കേരള സാഹിത്യ അക്കാദമി കേട്ടോ. കേന്ദ്രത്തിലോട്ട് പോകണം.